ജൂൺ 3 ഈ വർഷത്തെ അധ്യയന വർഷം ആരംഭിച്ചു. പതിയിൽ വിപരീതമായിക്കൊണ്ട് ശനിയാഴ്ചകൾ പോലും നിങ്ങൾ ക്ലാസ്സുകൾ വെച്ചു. ജൂൺ മാസം തള്ളി നീങ്ങിപ്പോയി. എന്നാൽ ജൂലൈ മാസം നമ്മൾ കാത്തിരുന്നത് അപ്രതീക്ഷിതമായ പ്രകൃതി പ്രതിഭാസങ്ങളും ലീവുകളുമായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കനത്ത മഴ കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 3 ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും സാധ്യതയുണ്ട്. ആസ് പെർ ദ പ്ലാൻ പ്രകാരം നമുക്ക് ഓണപരീക്ഷയ്ക്ക് മുമ്പ് ലഭിച്ചിരിക്കേണ്ട പ്രവൃത്തി ദിവസം 70 ദിവസത്തോളമാണ്. എന്നാൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്ന വെറും 50 ദിവസത്തിന് മുകളിൽ മാത്രം. പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകൾ എണ്ണം 40-ലധികം. ഇനി പരീക്ഷയ്ക്ക് നമ്മളെ മുന്നിലുള്ള ദിവസം വെറും ആഴ്ചകൾ മാത്രം. കാലത്തെയും സമയത്തെയും പഴി പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാനാണ് നിങ്ങളുടെ പ്ലാൻ? അതോ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വിജയത്തിന്റെ കൊടിമുടി താണ്ടി കൂട്ടത്തിലെ നമ്പർ 1 ആകാനാണോ? പ്ലാൻ 2 ആണെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഭയപ്പെടാതെ മടിയുടെ മാറാപ്പിനെ ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പോരാടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കാണ് ഈ വീഡിയോ. മൈ നെയിം ഈസ് നിഹാൽ. വെൽക്കം ടു എഡ്യൂപോഡ് SLC. പരീക്ഷകളെ സധൈര്യം നേരിട്ട വിജയത്തിന്റെ വിന്നിക്കൊടികൾ പാലിച്ച വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 5 സ്ട്രാറ്റജികളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ടിപ്സ് നമ്പർ 1, സ്റ്റഡി ഹവർ റൂൾ. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൈൻഡിലേക്ക് ഡിസ്ട്രാക്ഷൻ ഒരുപാട് കാര്യങ്ങൾ വരും. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ ശബ്ദങ്ങളായിരിക്കാം, നിങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിന് എത്ര ലൈക്ക് ആയിട്ടായിരിക്കാം, അതുപോലെ നിങ്ങൾ അയച്ച മെസ്സേജിന് റിപ്ലൈ നൽകിയിട്ടുണ്ടോ. അങ്ങനെ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയിൽ റീൽ കാണാൻ തോന്നും, യൂട്യൂബിൽ കയറി വീഡിയോസ് കാണാം. നിങ്ങളുടെ മൈൻഡ് പല രീതിയിൽ ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കും. സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് എക്സാം ഹാളിലാണ്. നിങ്ങൾ പരീക്ഷ ഹാളിൽ ഇരിക്കുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ വെയിറ്റ് ചെയ്തിരിക്കുക. ആ മൊമെന്റിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക യൂട്യൂബിൽ ഷോർട്സ് കാണാനാണോ, അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റയിലിട്ട പോസ്റ്റിനെ പറ്റിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയാണോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ മൈൻഡ് ഹൈലി ഫോക്കസ് ആയിരിക്കുന്ന സമയമാണ് നിങ്ങൾ എക്സാം ഹാളിൽ എക്സാം എഴുതാൻ ഇരിക്കുന്ന സമയത്ത്. നിങ്ങൾ പഠിച്ചതും ഓർത്തുമായ പല കാര്യങ്ങളും മൈൻഡിലേക്ക് തന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. ആ രീതിയിൽ ജസ്റ്റ് ക്രിയേറ്റ് ദാറ്റ് ഇൻ യുവർ റൂം. ആ ഒരു അവസ്ഥ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ? 1-2 മണിക്കൂർ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ദൂരെ കൊണ്ടുപോയേക്കുക. വേണമെങ്കിൽ വാതിലൊക്കെ കുറ്റിയിട്ട് വെള്ളമൊക്കെ റെഡി ആക്കിയിട്ട് പഠിക്കാൻ തയ്യാറായിട്ടിരിക്കുക. മനസ്സിലങ്ങ് കരുതുക, പരീക്ഷ ഹാളിലാണ് ഞാൻ ഇരിക്കാൻ വേണ്ടി പോകുന്നത്, പരീക്ഷ നടക്കാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ഹൈലി ഫോക്കസ് ആയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊണ്ടുവരിക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കേണ്ടത് ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. മനസ്സിന് ആ ആഗ്രഹം കൊടുക്കുക. മനസ്സിന് പഠിക്കണം എന്നുള്ള വിശപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഫസ്റ്റ് വൺ, ആദ്യ ടിപ്പായി നിങ്ങൾ കരുതേണ്ടത്, നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് സ്റ്റഡി ഹവർ റൂളാണ്. കൃത്യമായി ഈ രീതിയിൽ നിങ്ങളുടെ മൈൻഡിന് പഠിക്കണം എന്നുള്ള വിശപ്പ് ആദ്യം നിങ്ങൾ ഇട്ട് കൊടുക്കുക. ടിപ്സ് നമ്പർ 2, 1 സബ്ജക്ട് 1 റിസോഴ്സ്. നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നേരെ യൂട്യൂബ് എടുക്കും. നിങ്ങൾ ഏതെങ്കിലും പെർട്ടിക്കുലർ സബ്ജക്ട്, സോഷ്യൽ ആണോ, മാത്സ് ആണോ, സയൻസ് ആണോ, നിങ്ങൾ വേഗം ഏതെങ്കിലും ഒരു സബ്ജക്ട് നിങ്ങളുടെ ചാപ്റ്ററിന്റെ പേരടിക്കും, സെർച്ച് ചെയ്യും. ഒരുപാട് റിസോഴ്സ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. അത് യൂട്യൂബ് ആയിക്കോട്ടെ, ഇന്റർനെറ്റ് ആയിക്കോ, അല്ലെങ്കിൽ വാട്ടർ ഇറ്റ് ഈസ്, എവിടുന്നായാലും നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു റിസോഴ്സ് ഫോളോ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഒരു സബ്ജക്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നിലധികം റിസോഴ്സുകൾ ഫോളോ ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും. കാരണം പലരും കണ്ടന്റ് ഒക്കെ ഡെലിവർ ചെയ്യുന്ന പല രീതിയിലായിരിക്കും അല്ലേ. അപ്പോൾ ഒരു റിസോഴ്സ് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ഒരു സബ്ജക്റ്റ് ഒരു റിസോഴ്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറച്ചിരിക്കുക. ഒന്നിലധികം റിസോഴ്സ് പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പല കൺഫ്യൂഷൻസ് നമ്മളുണ്ടാവും. എക്സാമിന്റെ സമയത്ത് നിങ്ങൾ എപ്പോഴും ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ഒരു റിസോഴ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുക. ഇതൊരിക്കലും നിങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല. പലരും നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യം, അപ്പോൾ ഇതായിരിക്കും നല്ലത്, അതായിരിക്കും നല്ലത്. അത് നിങ്ങൾ കണ്ടെത്തണം. ഇത് ഒരു 1 or 3 or 2 days നിങ്ങൾ കൃത്യമായി റിസർച്ച് ചെയ്യുക, ഏതാണ് ബെസ്റ്റ് നിങ്ങൾ കണ്ടെത്തുക. ആ ബെസ്റ്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, അതിൽ നന്നായി ഇരുന്ന് പഠിക്കുക. ഓക്കെ, സോ 1 subject 1 resource. And the tips number 3, that is overthinking, doing nothing. Overthinking, doing nothing. നമ്മുടെ ചിന്തയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. പ്രാവർത്തികമായി ആക്ഷനിലേക്ക് ഒരു കാര്യം വരുന്നില്ല. നിങ്ങൾ പഠിക്കാനിരിക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് പല ഡിസ്ട്രാക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ റീൽസിൽ കണ്ട വീഡിയോസിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം മുന്നേ നടന്ന സംഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പരീക്ഷയെ പറ്റിയായിരിക്കാം. പരീക്ഷയ്ക്ക് എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഈ രീതിയിൽ പഠിച്ചാൽ എനിക്ക് പരീക്ഷ കൃത്യമായി എഴുതാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഡിസ്ട്രാക്ഷൻ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് എല്ലാവർക്കും മെജോറിറ്റി 90% വിദ്യാർത്ഥികൾ വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു കാര്യം. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വേഗം ഒരു വൈറ്റ് പേപ്പർ ഇടുക, ഒരു പേജോ ബുക്കോ എന്തോന്ന് ഇടുക. എന്താണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ അവിടെ എഴുതി വെക്കാം. 1, 2, 3, 4 എന്ന് അക്കമിട്ട് നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം മൈൻഡ് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരില്ല.
ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ പലരും ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടാവുന്ന ഈ ഒരു കാര്യം, കാരണം നമ്മൾ പഠിക്കാനിരിക്കും, നമുക്ക് ഫോക്കസ് കിട്ടൂല. കാരണം വേറെ എന്തൊക്കെയോ, അതായത് നമുക്ക് ആ മൈൻഡിന് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ആ മൊമെന്റിൽ അങ്ങനെ പറന്ന് വരും. സോ ജസ്റ്റ് ഡു ഇറ്റ്. എന്താണോ നിങ്ങളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു പേപ്പർ എടുക്കുക, അതങ്ങ് എഴുതി വെക്കുക. Don't forget, this is a very important thing. And the next thing, log out from fake friends. അടുത്ത ടിപ്പ് നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ പാലിച്ചിരിക്കുകയാണ്. ലോഗ് ഔട്ട് ഫ്രം ഫേക്ക് ഫ്രണ്ട്സ്. ആരാണ് സാറേ ഈ ഫേക്ക് ഫ്രണ്ട്സ്? നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എക്സാം വന്നിരിക്കുകയാണ്, എക്സാമിന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ്, എടാ എത്ര ചാപ്റ്റേഴ്സ് ഒക്കെ നീ പഠിച്ചു, എന്താണ് നിന്റെ അവസ്ഥ, നീ പഠിച്ചു കഴിഞ്ഞോ? അവൻ പറയുന്നു യെസ്, ഞാൻ എല്ലാ ചാപ്റ്ററും ഒരു തവണ പഠിച്ചു കഴിഞ്ഞു, ഞാൻ എൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓ മൈ ഗോഡ്, ആ മൊമെന്റ് നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവും. ഓ മൈ ഗോഡ്, അവൻ പഠിച്ചു കഴിഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് പഠിക്കാനുള്ളൂ, ഇനി പഠിക്കാൻ സമയമുണ്ടോ, എനിക്ക് ഇനി അവനോട് ഒപ്പം എത്താൻ സാധിക്കുമോ? അടുത്തൊരു ഫ്രണ്ട് നിങ്ങൾ വിളിക്കുന്നു, എടാ പോർഷൻസ് ഒക്കെ എന്തായി, നീ പഠിച്ചു തുടങ്ങിയോ? അവൻ പറയുന്നു ഇല്ല, ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല, ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. എന്തിനാ നമ്മൾ ഇപ്പോഴേ പഠിക്കാൻ? ഒരുപാട് സമയമുണ്ട്, പരീക്ഷയ്ക്ക് ഇനിയും സമയമുണ്ട്. ഈ രണ്ട് ഫ്രണ്ട്സും ഡോണ്ട് ഡു ദിസ്. ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യരുത്. ഈ രണ്ട് കാര്യവും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫ്രണ്ട്സ് അവർ നമ്മളെ ചങ്കാണ്, ഫ്രണ്ടാണ്, നമ്മുടെ എപ്പോഴും നമ്മളെ എല്ലാ കാര്യത്തിനും കൂടെയുള്ള ആളുകൾ, നോ ഡൗട്ട്, നോ സംശയം, അവരൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എക്സാമിന് സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നോട്ട് യുവർ ഫ്രണ്ട്സ്, ഇറ്റ്സ് ഫോക്കസ് ഓൺ യുവർ എക്സാം, യുവർ സബ്ജക്ട്. പരീക്ഷയുടെ സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സബ്ജക്റ്റിലാണ്, നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കിലാണ്. അല്ലാതെ അവിടെ നിങ്ങൾ ഫ്രണ്ട്സ് നിങ്ങൾ അവിടെ എന്ത് ചെയ്തു, ഒരു ജസ്റ്റ് ഫോർ 10 to 15 days, വെറും 10 മുതൽ 15 ദിവസത്തെ കാര്യമുള്ളൂ. ജസ്റ്റ് ഒരു ലിമിറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് വെക്കുക. ആൻഡ് നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി പഠിക്കാൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ അതേ വൈബുള്ള കുട്ടികളുമായിട്ട് മാത്രം നിങ്ങൾ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതർവൈസ് ജസ്റ്റ് കോൾ, എടാ ഏതാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പറയുന്നു, നിർത്തുക, പഠിച്ചോ ഇല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയത്. സോ ഇത്തരത്തിലുള്ള ആളുകളെ പല രീതിയിൽ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അവരൊക്കെ ഒരു ബ്രേക്ക് വെക്കുക. സ്റ്റഡി വെൽ, ഫോക്കസ് ഓൺ യുവർ സ്റ്റഡി. ആൻഡ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം ഹാളിലെത്തി എക്സാം എഴുതാൻ സാധിക്കും. പഠിച്ച കാര്യത്തെ എക്സാം ഹാളിലെത്തിയിട്ട് ആ മൊമെന്റിലേക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ ചോദ്യത്തിന് ആൻസർ ആയിട്ട് പഠിച്ച കാര്യത്തെ എത്തിക്കാൻ സാധിച്ചാൽ, പേപ്പറിലേക്ക് അത് എഴുതാൻ സാധിച്ചാൽ മാത്രമേ പരീക്ഷയിൽ നമുക്ക് സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ. കുറെ കാര്യം പഠിച്ചു തലയിലുണ്ട്, പക്ഷെ അത് പേപ്പറിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നോ യൂസ്, ദാറ്റ്സ് വേസ്റ്റ്. എന്ത് ചെയ്യാൻ സാധിക്കും? ദാറ്റ്സ് എ ടിപ്പ്. അതാണ് ഏറ്റവും അവസാന ടിപ്പ്. സ്ലീപ്പ് ആൻഡ് ബ്രീത്ത് കൺട്രോൾ. നമ്മുടെ മൈൻഡ്, നമ്മുടെ ശരീരം, ഈ 2 കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ പഠിച്ച കാര്യത്തെ മുഴുവൻ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും നമ്പർ 1, നമ്മൾ ബ്രെയിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്പർ 1. അതിന് നമ്മൾ കൃത്യമായ ഒരു ടൈം, നമ്മൾ സ്ലീപ്പിംഗ് ടൈം നമ്മൾ നിർബന്ധമായി നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് 8 hours നിങ്ങൾ നിർബന്ധമായും ഉറങ്ങിയിരിക്കണം. പരീക്ഷയുടെ തലേന്ന് അല്ലെങ്കിൽ പരീക്ഷയുടെ ഒരാഴ്ച രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ച് നിങ്ങൾ പഠിച്ചു, നോ യൂസ്, ഒരു കാര്യമില്ല. പരീക്ഷ അന്ന് നിങ്ങൾ തളർന്ന ശരീരമായിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നത്. തളർന്ന ശരീരം വെച്ച് നിങ്ങൾ എന്താ കാര്യം നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ സാധിക്കും? ഒന്നും റീകോൾ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ആകെ ടെൻസ്ഡ് ആവും. അതുപോലൊരു സംഭവമാണ് ബ്രീത്ത് കൺട്രോൾ. ഏതൊരാൾക്കും പരീക്ഷ ഹാളിലെത്തി ഇനി മുഴുവൻ സിലബസും 5 തവണ റിവൈസ് ചെയ്ത് പഠിച്ചു എന്ന് വിചാരിക്കുക. പരീക്ഷ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു ആങ്സൈറ്റി എല്ലാ വിദ്യാർത്ഥികൾക്കും വരും. ആ ആങ്സൈറ്റിയെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറികടക്കാൻ സാധിക്കണം. ജസ്റ്റ് ബ്രീത്ത്. ഒരു 30 സെക്കൻഡ് ജസ്റ്റ് നിങ്ങൾ ബ്രീത്ത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ, ഈ 5 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ എനിക്ക് ഒരു സംശയമില്ലെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഫൈനൽ SSLCയുടെ ഫൈനൽ എക്സാമിന്റെ മാർക്ക് ലിസ്റ്റ് എന്താണോ എന്നുള്ളത് ഈ ഓണം എക്സാമിന്റെ ആൻസർ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇഫ് യു ആർ റെഡി, ഈ ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യാൻ, നിങ്ങളുടെ സ്റ്റഡി ടിപ്പായി നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഐ ആക്സെപ്റ്റ് എജുപോർട്ട് എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് എനിക്ക് ഒരു കാര്യം ഉറപ്പ് പറയാൻ സാധിക്കും, നീ ചെറിയ സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ സമയം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്ന നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മൈൻഡിലേക്ക് കയറ്റാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ജീവിതത്തിൽ എവിടെയും നിങ്ങൾക്ക് ഉയരാൻ വേണ്ടി സാധിക്കില്ല. അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഐ ക്യാൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. സോ ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റഡി ടിപ്സ് ആൻഡ് ക്ലാസ്സിനെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. സൈനിങ് ഓഫ്, നിഹാൽ.